നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. എല്ലാവരും പറഞ്ഞോളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം. പ്രഹ്ലാദപ്രിയ നരഹരിമൂർത്തേ ശരണം മേ തവ ശരണയുഗം. പ്രഹ്ലാദപ്രിയ നരഹരിമൂർത്തേ ശരണം മേ തവ ശരണയുഗം. ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ശരണയുഗം. സംഗമമൂർത്തേ സങ്കടനാശന ശരണം മേ തവ ശരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. സ്വാമി ശരണമയ്യപ്പാം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ നരസിംഹമൂർത്തേ ശരണം. കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ. ഇന്ദ്രനീലമണിവർണം പൂണ്ടു ലക്ഷ്മി വക്ഷശീലായി സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ. നാരായണ നാരായണ. എല്ലാവരും നാമം ജപിച്ചോളൂ. നാരായണ 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 രാധാ ഗോവിന്ദ. ദേവഗീതൻ ജഠരമ ആകരത്തിൽ നിന്നോദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ. ദുർഗാ ഭഗവതിയെ താൻ അകലമായി കൊടുക്കായിൽ ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ. നാരായണ കൈകൊട്ടി നാം നാരായണ 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 രാധാ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു പീശുക്കെന്നെ വാങ്ങിയതാ കല്ലു വേണമോ. ഗോപബാലന്മാരാം മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. വല്ലഭസ്ത്രീനികരത്തിൻ കൂജകഞ്ച കോരകത്തിൽ നല്ലവണ്ണം ലസിച്ചതാം കല്ലു വേണമോ. ഇഹ പരസുഖങ്ങളിൽ മുഴുകിടാൻ കെൽപ്പേറ്റുമമ്മജനം ചൂടും നല്ല കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. ഹൃദയ
മനത്തിൽ ധരിപ്പോരെ മായാബന്ധം മുറിച്ചൂടൻ മൂതാഭിയിൽ ആഴ്ത്തിയിടുമാ കല്ലു വേണമോ ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലുവിൽ കുഞ്ചോലിക്കെന്നെ ഭവസൂനോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീവാസുദേവമനിശം ശ്രീഗുരുവായൂരപ്പാ ശരണം ആരൂഢപ്രൗഢവേഗപ്രവിജിതപവനം തുംഗതുംഗം തുരംഗം നീലം ചേലം വസാന കരതല വിലസച്ചണ്ഡഗോദണ്ഡകാണ്ഡ രാഗദ്വേഷാദിനാനാവിധ മൃഗപടലീഭീതൃൽ ഭൂതഭർത്ത കുർവന്നാഖേടലീലാം പരിലസതു മനഃക്കാനനേ മാമകീനെ സ്വാമിയേ ശരണമയ്യപ്പ കരശരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിദിതം അവിദിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരേ അദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനേ നൃസിംഹനാരായണ രാമകൃഷ്ണ ത്രിവിക്രമ ശ്രീധര വാസുദേവ ഉപേന്ദ്ര ദാമോദര പത്മനാഭ മുകുന്ദ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീ നരസിംഹമൂർത്തേ ശരണം ധാരാധര ശ്യാമളാംഗം ചുരികാചാപധാരിണം കിരാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം ശ്രീ കിരാതമൂർത്തേ ശരണം ശ്രീ ജഗദംബികായേ നമ വന്ദേ മാതരമംബികാം ഭഗവതീം വാണീരമാസേവിതം കല്യാണീം കമനീയ കൽപ്പലതികാം കൈലാസനാഥപ്രിയാം വേദാന്തപ്രതിപാദ്യമാന വിഭവാം വിദ്വൻ മനോരഞ്ജിനീം ശ്രീചക്രാങ്കിതരത്നപീഠനിലയാം ശ്രീരാജരാജേശ്വരീം ശ്രീമൂകാംബികായേ നമ ഏതാനും പിഴ ഞാൻ അറിഞ്ഞുമറിയാതെ കണ്ടു ചെയ്തിടലും മാതാവാകിയ നെയ്യൊഴിഞ്ഞതു പൊറുപ്പാനില്ല മറ്റാരുമേ കാതോളം വിലസും കടാക്ഷമതുകൊണ്ടെന്നെ ക്ഷണം നോക്കിയാൽ ചേതം വന്നിടുമോ നിനക്കു ചാരു തിരുമാന്ധാം കുന്നിൽമേവും ശിവേ ശ്രീ തിരുമാന്ധാം കുന്നിലമ്മേ ശരണം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം
ഭൂയോ ഭൂയോ നമാമ്യഹം. ശ്രീരാമചന്ദ്രപ്രഭോ ശരണം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ശ്രീമഹാഗണപതയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുഭ്യോ നമഃ. ശ്രീ മഹാഗണപതേ ശരണം. ശ്രീ ജഗദംബികായേ നമഃ. ശ്രീ നരസിംഹമൂർത്തേ ശരണം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേതനുദയചരിതൈസ്ത്വദീയൈ യഥാമധി ത്വൽപരിദോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുദേശ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യൽ കൃപാതമഹം വന്ദേ ഗുരുവായൂരേശ്വരം. യൽ കൃപാതമഹം വന്ദേ നന്ദിഗ്രാമപുരീശ്വരം. ശ്രീ സംഗമേശ ശരണം. വാഗർത്ഥാവിവ സംവൃക്തോ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീ വേണുഗോപാലമൂർത്തേ ശരണം. ശ്രീ ഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മളിവിടെ വീണ്ടും ഒരു ഭാഗവത സപ്താഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സപ്താഹത്തിൻ്റെ ആ ഒരു പൂർവ്വസന്ധ്യയായിട്ടുള്ള ഭാഗവത മാഹാത്മ്യം അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ മഹത്വം അതെത്രയാണ് എന്നുള്ളതിനെ സ്വയം ഉൾക്കൊള്ളുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഭാഗവതത്തിന്റെ മഹത്വം എത്രയാണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഇനി പറഞ്ഞതുകൊണ്ട് മനസ്സിലാവുക ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാം. പക്ഷെ ആ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ആരൊക്കെയോ പറ്റി പറഞ്ഞതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് നമുക്ക് എന്തുണ്ടാവില്ല, അല്ലേ? നമുക്ക് അനുഭവം ഉണ്ടാവില്ല. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാവാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം, നമുക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം എന്ന ചെറിയൊരു തോന്നലുള്ളിലുണ്ടെങ്കിൽ എങ്ങനെയാവും? ഇന്ന് മൗനവ്രതാണോ? ഞായറാഴ്ച അല്ലല്ലോ. അപ്പൊ പറഞ്ഞോളൂ. അപ്പോ അല്ലെ, നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചെറിയ തോന്നൽ ഉള്ളിലുണ്ടെങ്കിൽ എന്തുണ്ട്? നമ്മളിൽ ശ്രദ്ധയുണ്ടാവും. അല്ലെങ്കിലോ ആരെയോ പറ്റി ആരോ എവിടുന്നോ വന്ന് സപ്താഹം എന്ന് പറഞ്ഞൊരു ഏർപ്പാടിൽ പറയണമെന്ന് മാത്രമായിട്ട് മാറും. സപ്താഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പറയുകയും അല്ലെ, പരസ്പരം ചോദിക്കുകയും അറിയുകയും. നമ്മൾ ഭാഗവതത്തിൽ മുഴുവൻ എന്താ കേൾക്കുക? സംവാദം എന്നാണ്, അല്ലെ? ശുഖപരീക്ഷ സംവാദം, വ്യാസനാരദ സംവാദം, ശൂതശൗനക സംവാദം. എന്താ ഈ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സംവാദം എന്നുള്ള വാക്കൊന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ നാട്ടിൽ പല സംവാദങ്ങളും കാണുന്നത് അടിപിടിയാണ്. അത് ദുർവാദം അല്ലെങ്കിൽ എന്താണ് വേറെങ്കിലൊക്കെ വാദങ്ങളെ പറ്റി പറയേണ്ടി വരും. അല്ലെങ്കിൽ വിവാദം, അതാണ് നമ്മൾ കൂടുതൽ കാണുക. ഒന്നുകിൽ ദുർവാദം അല്ലെങ്കിൽ വിവാദം. പക്ഷെ പേരെന്താവും നോട്ടീസിൽ? സംവാദം. കസേര എടുത്തിട്ടാ പോവുക അടിക്കാൻ. അപ്പൊ അതല്ല, നമ്മൾ ഈ ഭാഗവത നോട്ടീസിൽ ആൾക്കാർ ആദ്യമായിട്ട് കാണുമ്പോൾ അവിടെ നടത്ത സംവാദമാണല്ലോ എന്നാണ്. അത് ഈ നമ്മുടെ നാട്ടിലെ സംവാദം കേട്ടിട്ടാണ് ഈ തെറ്റിദ്ധാരണ. എന്താ ഈ സംവാദം എന്ന് പറഞ്ഞാൽ? സമ്യക്കാവും വണ്ണം ഈശ്വര വിചാരം ചെയ്യലാണ് സംവാദം. ഈശ്വര വിചാരം ചെയ്യുന്നതിനെ മാത്രമേ നമ്മൾ സംവാദം എന്ന് പറയേണ്ടതുള്ളൂ. അല്ലാതെ ആരെങ്കിലും അങ്ങോട്ടും കൂടെ സംസാരിക്കണതിന് സംവാദം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും വിഷയത്തെ പറ്റി പറയുന്നതിനും സംവാദം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നൊക്കെ പറയാം, പറഞ്ഞുകൊണ്ട് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സമ്യക് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെ? സമ്യക് എന്നുള്ളൊരു വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞ വാക്കാണ്. സമ്യക് സമദൃക് വിചരസ്വകം. ഏകാദശ സ്കന്ധത്തിൽ
ഉദ്ധവോപദേശം ആരംഭിക്കുന്ന സമയത്ത് തന്നെ സ്വത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യമന സമ്യക് സമദൃക് വിചരസ്വകം. ഭഗവാനിലേക്ക് ശ്രദ്ധയുണ്ടാവുമ്പോഴാണ് അത് സമ്യക്കാകുന്നത്. അല്ലെങ്കിൽ വികലമായിട്ട് തീരും. അതാണ് വിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വികലമായിരിക്കുന്ന വാദം, അതാണ് വിവാദം. അതിനെ നമ്മളിപ്പോ വിശേഷണം എന്ന് പറയേണ്ട കാര്യമില്ല, വിശേഷമൊന്നുമില്ല, ഇത് വിപരീതം തന്നെയാണ്. അപ്പോ ഭാഗവതം സംവാദ രൂപത്തിലാണ് എന്ന് പറയാൻ തന്നെ കാരണം ശ്രോതാവും വക്താവും പരസ്പരം എന്ത് ചെയ്യണം? സംവദിക്കണം എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്തുകൊണ്ട് പല രീതിയിലുണ്ട് പ്രഭാഷണം, അത് വേറെ കാര്യം. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആരും മിണ്ടരുത് എന്നുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ളവർക്ക് മിണ്ടണ്ട. ആരും മിണ്ടരുത്, പറയണത് നേരെ കേട്ടിരിക്കുക, അത് കഴിഞ്ഞാൽ ഊണഴിക്കാം, അത് കഴിഞ്ഞാൽ ആദ്യം കേട്ടിരിക്കാം. അപ്പോ മിണ്ടണ്ട അങ്ങനെയുള്ളവരുണ്ടാവും. അവിടെ നമ്മൾ മിണ്ടരുത്. കാരണം എന്താ? അത് ചിലപ്പോൾ അല്ലെ മിണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടാവില്ല. എന്നാ സംവാദം എന്ന് പറയുമ്പോ നമ്മുടെ ഒരു സമ്പ്രദായത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവുമെന്നുണ്ട്, പറയാൻ ഉത്സാഹം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞോളൂ എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഓരോ തവണയും ഭാഗവതം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതാ ഒന്നാമത്തെ രണ്ടാമത്തെ ഇതിപ്പോ മൂന്നാമത്തെ സപ്താഹമായി തുടർച്ചയായിട്ട് പറഞ്ഞു. അതിനു മുമ്പേ സപ്താഹം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? കോവിഡിന് മുമ്പേ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അതിനു മുമ്പേ എത്രയോ ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ മഹാവിദ്വാൻമാരായിട്ടുള്ള ആചാര്യന്മാരുടെ പുണ്യഭൂമിയാണ് അല്ലെ? പാലാഞ്ചേരി സുബ്രഹ്മണ്യനെ പോലെയൊക്കെ ഉണ്ടായിരുന്ന ആ മഹാത്മാക്കളുടെയൊക്കെ ആ അനേകം സപ്താഹങ്ങൾ, 100 ആയിരക്കണക്കിന് സപ്താഹങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണിത്. ഇവിടെ ഒരാളും ആദ്യമായിട്ട് സപ്താഹം കേൾക്കുക അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടോ? ഇവിടെ ഇപ്പൊ ഇരിക്കുന്നവരിൽ ആദ്യമായിട്ട് കേൾക്കണം ചിലപ്പോ ഉണ്ടാവും ഒരാളൊക്കെ, അറിയില്ല. അതിപ്പോ അങ്ങനെ പറയാറുണ്ട്. ആദ്യമായിട്ട് കേൾക്കണ ആൾ ഒരാളൊക്കെ ഉണ്ടാവും, അത് വിഷയമല്ല. അത് എല്ലായിടത്തും ഉണ്ടാവണം എന്നാണ്. അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ, ഞാൻ കേട്ടില്ല, അങ്ങനെ പറയരുത്. അതെന്താ? ആദ്യമായിട്ട് കേൾക്കുന്നതിന് വളരെ മഹത്വമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ തന്നെ വരും ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടൊരാള് കഥകളിക്ക് പോയിട്ടുണ്ടോ ചോദിച്ചത്, കഥകളി കാണാൻ പോയിട്ടുണ്ടോ? അതൊക്കെ ഞാൻ എത്ര കണ്ടേക്കണമെന്നാണ്. അത് ശരി, അതിനാണ് കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാണാനുള്ളത്. കല എങ്ങനെയാണ്? എപ്പോഴും കാണാനുള്ളത്. അല്ലാതെ ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഒരു തവണ കഥകളി കാണാൻ പാടുള്ളൂ, അങ്ങനെ ഉണ്ടോ? പറയൂ. അങ്ങനെയില്ല. ജീവിതത്തിൽ ഒരു തവണ, അങ്ങനെ ചിലപ്പോ കഥകളി ഒരു തവണ പോരെ ലോകത്തില്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സപ്താഹങ്ങൾ, എത്ര സപ്താഹം ആളുകൾ ഓടി നടന്ന് സപ്താഹം കേൾക്കുന്നുണ്ട്. ഒരു സപ്താഹം കഴിഞ്ഞാൽ അടുത്ത സപ്താഹം, അത് കഴിഞ്ഞാൽ അടുത്ത. വായിക്കണവരുടെ കാര്യമില്ല, കേൾക്കണ ആൾക്കാര് എത്ര അകല വരെയുള്ള സപ്താഹങ്ങളിൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? അതാണ് മാഹാത്മ്യാണ് പറയണേ കേട്ടോ. നമ്മളെ സംബന്ധിക്കുന്ന മാഹാത്മ്യാണ് ഈ പറയുന്നത്. നമുക്ക് ഭാഗവതത്തിലേക്ക് ശ്രദ്ധയുണ്ടാവുമ്പോൾ അത് വെറുതെ ഓടി നടക്കണതല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. സപ്താഹമുണ്ട്, ഭാഗവതം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോ എന്തോ ആയിക്കോട്ടെ, എവിടെയും ഓടിയെത്താൻ കാരണം എന്താണ്? അതിന്റെ എന്തോ ഒരു മഹത്വം ഉൾക്കൊണ്ടിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഊണഴിക്കാൻ പോണതാണോ? അതല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഊണൊന്നും കഴിക്കാൻ നിൽക്കില്ല, കേട്ടു കഴിഞ്ഞാൽ ഒരു പോകും. ഭക്ഷണം കഴിക്കാനും നിൽക്കാത്ത ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. കാരണം അവര് അതുപോലും ഒഴിവാക്കിക്കൊണ്ടാണ് ഭാഗവതത്തിനോടുള്ള ആ എന്തെന്നില്ലാത്ത സ്നേഹം, ഭാഗവതത്തിനോട് എന്തെന്നില്ലാത്ത സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാ? അവരുടെ ജീവിതത്തിൽ ആ ഭാഗവത പ്രേമം കൊണ്ട്, ഭാഗവതത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാവും. അതിനെയാണ് ഭാഗവത മാഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അതെ, എന്തെങ്കിലും ഒരു മഹത്വം ഭാഗവതത്തെ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവാണ്ടിരിക്കില്ല, അത് സംശയമില്ല. എത്ര ആളുകളാ നോക്കിക്കോളൂ, ലോകം മുഴുവൻ ഇന്ന് ഭാഗവതം. അതാ കഴിഞ്ഞ ആഴ്ച ലോകത്തിന്റെ തന്നെ ഭൂമിയിലെ പല രാജ്യങ്ങളിൽ ഇരുന്ന് ഭാഗവതം വായിച്ചതൊക്കെ ചിലപ്പോൾ മൊബൈലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭാഗവത പ്രയാഗ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറച്ചു കാലങ്ങളായി കേരളത്തിന്റെ തന്നെ ആചാര്യന്മാരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഭാഗവത യോഗം എന്നുള്ള ഒരു കൂട്ടായ്മയുണ്ട്. അതിന്റെ ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു കൂട്ടം അല്ലെങ്കിൽ ആ ഒരു
ഗ്രൂപ്പ് ആയതുകൊണ്ട് ഭാഗവത യോഗത്തിലുള്ള അനേകം ആചാര്യന്മാര് അവര് തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടും ഇനി ഓരോ രാജ്യങ്ങളിലും ഓരോ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലായിക്കോട്ടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നവംബർ 23 മുതൽ 30 വരെയുള്ള ആഴ്ചയായിരുന്നു. ഇതിപ്പോ അത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞില്ല. നവംബർ 23 മുതൽ 30 വരെ അനേക രാജ്യങ്ങളില്, അതും വീടുകളിലാണ്, കാരണം അമ്പലങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. അപ്പൊ വീടുകളിൽ ഇരുന്നു കൊണ്ട് ആ ആഴ്ചയിൽ തന്നെ ഈ അല്ലേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ, അല്ലാതെ ഇപ്പൊ ദേവലോകത്ത് നടക്കണം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എല്ലാ രാജ്യങ്ങളിലും ഭാഗവത സപ്താഹം അനേകം സജ്ജനങ്ങള് നടത്തി. എത്ര സ്ഥലങ്ങളിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗവത പ്രയാഗ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എത്ര സ്ഥലങ്ങളിൽ നടന്നു. ഏകദേശം ഞങ്ങളുടെ അറിവിൽ തന്നെ ഒരു 500-600-ലധികം സ്ഥലങ്ങളിൽ ആ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെയുള്ള സപ്താഹം ആ സമയത്ത് നടന്നിട്ടുണ്ട്. എന്താ കാരണം? ഭാഗവതത്തിന്റെ മഹത്വമാണത്. ഇന്ന് എത്ര ആളുകളാണ് ഭാഗവതത്തെയും ഭഗവത്ഗീതയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്? എത്ര ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ചെറിയ കുട്ടികളടക്കം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ അല്ലെ, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ കുറെ നേരമായി അല്ലെങ്കിൽ പലരും എത്തിച്ചേർന്നു. ചിലപ്പോ 5 മണിക്ക് എത്തിയവരുണ്ടാവാം അല്ലെ, 5 മണി മുതൽ അല്ലെങ്കിൽ 4 മണിക്ക് എത്തിയോ ആരെങ്കിലും? 4 മണിക്ക് എത്തിയവരുണ്ടാവും. എന്തായാലും ക്ഷമിക്കുക, അതൊക്കെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എത്താൻ കുറച്ച് വൈകി. പോരണ വഴിക്ക് ഒരു 3/4 മണിക്കൂർ കൊണ്ടോട്ടി കിടന്നു അതുണ്ടായത്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ വലിയ കല്യാണം നടക്കുന്നുണ്ട്. ആ കല്യാണത്തിന്റെ അവിടെ നമുക്ക് കല്യാണത്തിൽ പങ്കെടുക്കാനല്ലോ, അവിടെ ഉള്ളവർക്ക് അതല്ലേ പ്രധാനം. അവിടുന്ന് പോരാൻ നല്ലവണ്ണം താമസമായി അതുണ്ടായത്. അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തേണ്ടതാണ്. അതാണ് വൈകിയത്. എന്തായാലും ഇനി നമുക്ക് ഭാഗവത മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് ഭാഗവതം കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിലും. ജീവിതം എന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഭാഗവതത്തിലെ കഥകള്, അതിൻ്റെതായിട്ടുള്ള തത്വങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ഭാഗവതം ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നു, ഏതസ്മാത് അപനം കിഞ്ചിൽ മനഃശുദ്ധിയെ എന്ന വിദ്യതേ എന്നൊരു ശ്ലോകമുണ്ട്. മനഃശുദ്ധി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനഃശുദ്ധിക്കായിക്കൊണ്ട്. അപ്പൊ ഭാഗവതം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് വിഷയം? മനസ്സ് ശുദ്ധമാവുക. എന്റെ മനസ്സിന് ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതന്നെ വലിയൊരു കുഴപ്പമാണ്. കാരണം എന്താ? മനസ്സ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത്. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. ഇപ്പൊ ആരെങ്കിലും സമാധാനമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നാലോചിച്ചു. മനസ്സമാധാനം ഉണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ആൾക്കാർ പറയണത് മുഴുവൻ നമ്മൾ കേൾക്കുന്നത് എന്താ? സമാധാനമില്ല, സമാധാനമില്ല. സമാധാനം എന്നുള്ള വാക്കിന്റെ ഒപ്പം ഇല്ല എന്ന് മാത്രമേ ചേർത്ത് കേൾക്കാറുള്ളൂ. ആണോ? ആണോ അല്ലയോ? ആലോചിച്ചാൽ മതി. ഒരു സമാധാനമില്ല. ഒരു സമാധാനം ധാരാളം കേൾക്കാം. അപ്പൊ ആരെങ്കിലും ഒരാള് എനിക്കിപ്പോ നല്ല സമാധാനം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വളരെ ചുരുങ്ങും അല്ലേ? 1000 ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു 100 ആള് പറഞ്ഞു നല്ലത് സമാധാനം ഉണ്ട് എന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ട് വെച്ചാൽ അതിന്റെ കാരണം എന്താവെന്ന് ചോദിച്ചാൽ അയാൾ എന്തോ ഒരു ആധ്യാത്മികമായിരിക്കുന്ന ഉപാസനയിലുള്ള ആളാണ്. അയാൾ പറയും എന്ത് വലിയ കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ടിരിക്കുന്നുണ്ട് പറയും. നാലുവിധം ആശുപത്രിയിലൊക്കെ കയറി ഇറങ്ങുന്ന ആൾക്കാർ സമാധാനം പറയും. ഒരു സമാധാനം ഇല്ലാണ്ട് കയറി ഇറങ്ങണം. വേണ്ടി വരികയാണ്. ആരെങ്കിലും മോഹമായിട്ട് പോകും ആശുപത്രിയിലേക്ക്? ഇല്ല, പോണ്ടി വരികയാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇനിയിപ്പോ ഏതവസ്ഥയിൽ ജീവിക്കുമ്പോഴും വലിയ ദുരിതത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്, വലിയ രോഗങ്ങൾ അനുഭവിക്കുന്നു, ഇതൊക്കെ ഉണ്ടാവുമ്പോഴും ഉള്ളിൽ സമബുദ്ധി ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവില്ല? വലിയൊരു പ്രശ്നമൊന്നും തോന്നില്ല. ആയിക്കോട്ടെ, രോഗമല്ലേ ആവട്ടെ, ഇനി ദുരിതങ്ങളാണ്, പ്രശ്നങ്ങളാണ്, ആയിക്കോട്ടെ, എന്തായാലും അനുഭവിക്കേണ്ടതാണ്. ആ അനുഭവിക്കുന്നതിനെ ആ നിലയ്ക്ക് സ്വീകരിക്കുക. സമബുദ്ധിയോടുകൂടി ഇരിക്കുക എന്നതാണല്ലോ സമാധാനം എന്ന് പറഞ്ഞാൽ, അല്ലേ? ആണോ അല്ലയോ? സമബുദ്ധിയോടുകൂടി ഇരിക്കലാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. അപ്പൊ സമബുദ്ധി ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിലാണ്. അദുഃഖം അസുഖം സമം എന്ന് കപില വാസുദേവൻ
ദുഃഖത്തെയും സുഖത്തെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നതിനെ സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പോ ഭാഗവതം പറയുന്നത് സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണണമെങ്കിൽ മനസ്സ് ശുദ്ധമായാൽ മതി. അപ്പൊ അതിന്റെ ആ അർത്ഥം തിരിച്ചിടാം. അതെന്താ? നമുക്ക് സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് ഇനിയും ശുദ്ധമാക്കാനുണ്ട്, അതാണ്, അല്ലെ? മനസ്സ് ശുദ്ധമാക്കാനുണ്ട് എന്നുള്ള സ്വയം തിരിച്ചറിവിനുള്ള വഴിയാണ് നമ്മുടെ ഉള്ളില് സുഖദുഃഖങ്ങളെ സമമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത. എനിക്ക് സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. എന്തെങ്കിലും ഒരു ഉത്തരം നമുക്കുണ്ടാവണം. വെറുതെ എങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളില് സുഖദുഃഖങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? സുഖം വരുമ്പോൾ വലിയ സന്തോഷം, ദുഃഖം വരുമ്പോൾ വലിയ പ്രശ്നം, അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഉള്ളില് എവിടെയോ ഒരു, അല്ലേ, ഒരു കുറവുണ്ട്, ഒരു ന്യൂനതയുണ്ട്. ഭാഗവത് അങ്ങനെയാ പറഞ്ഞത്. നാരദ മഹർഷിയോട് വേദവ്യാസൻ ചോദിക്കുന്നതാണ്, എനിക്ക് എന്താണ് ഒരു ന്യൂനത സംഭവിച്ചത്? ന്യൂനമലം വിചക്ഷുവാൻ, എനിക്ക് സംഭവിച്ചതായിട്ടുള്ള ന്യൂനത എന്താണ് എന്നൊന്ന് അങ്ങ് പറഞ്ഞു തരണം എന്നാണ്. അപ്പൊ എന്തായിരുന്നു വേദവ്യാസന് സംഭവിച്ച ന്യൂനത? ഇത് തന്നെയാണ്, സമാധാനമില്ല. തുല്യമായിട്ട് മനസ്സിനെ നിലനിർത്താൻ സാധിക്കണില്ല. തുല്യമായിട്ട് മനസ്സിനെ, അല്ലേ, സമഭാവത്തിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് മനസ്സ് ശുദ്ധമായി തീരണം. അതിനുള്ള വഴി അന്വേഷിക്കണം. ഇനി അവിടെ നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനഃശുദ്ധിക്കുള്ള വഴി? ഏതസ്മാത് അപരം കിഞ്ചിൻ മനഃശുദ്ധ്യൈ ന വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. എന്താണ് മനഃശുദ്ധിക്കുള്ള വഴി? അത് ഭഗവാനെ അറിയുക, ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് മനഃശുദ്ധിക്ക് വേണ്ടത്. അതിനെ ഒന്ന് തിരിച്ചു പറഞ്ഞാൽ എന്തുണ്ടാവും? ഈശ്വരനെ അറിഞ്ഞാൽ എന്തുണ്ടാവും? മനഃശുദ്ധി ഉണ്ടാവും. എന്തിനാ ഏതാണെന്ന ചോദ്യമില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഈ കാലഘട്ടത്തിലല്ല, കുറെ കാലമായിട്ട് പഴയ കാലത്ത് തന്നെ ആൾക്കാർക്കൊരു വിചാരമുണ്ട്, ഈശ്വരനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈശ്വരനെ അറിയണമെന്ന്? അതൊന്നുമില്ല. ഇത് വേണ്ടവര് മതി എന്നാണ്. ഏത് വേണ്ടവര്? ആ മനഃശുദ്ധി വേണ്ടവര് മതി. അല്ലാതെ ആരെയും തല്ലിപ്പഴിപ്പിച്ച് ഈശ്വരനെ അറിയാനൊന്നും ആരും പുറപ്പെട്ടിട്ടില്ല, ഉണ്ടോ? പ്രത്യേകിച്ചും ഭാരത സംസ്കാരത്തിൽ ഈ അടിപിടിയൊന്നുമില്ല, അല്ലേ? ഭാരത സംസ്കാരത്തിൽ ആരെങ്കിലും തോക്കും പിടിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരെ തോക്കും ചൂണ്ടി ഓടിക്കണുണ്ട്. അത് വേറെ. അമ്പലത്തിലേക്ക് കിടക്കുക എന്ന് വെച്ചുകൊണ്ട് തോക്കും പിടിച്ച് ഓടിക്കുന്ന ആൾക്കാർ ചിലപ്പുണ്ടാവും. പക്ഷെ തോക്കും പിടിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ? അങ്ങനെ ആരും ഇവിടെ നിർബന്ധിക്കാറില്ല. കാരണം ഇത് നിർബന്ധിക്കേണ്ടതല്ല. ഈശ്വരനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക വെച്ചാൽ അയാൾ ഒരിക്കൽ അറിയും എന്താണ് ഈ സാധനം എന്ന്. അപ്പൊ ഇല്ല പറച്ചിൽ നിർത്തിക്കോളും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ആരും ഇവിടെ ചോദിക്കുകയേ വേണ്ട ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ. ആ ചോദ്യം പ്രസക്തമല്ല. അതൊരു വിഡ്ഢിത്തമാണ്. അവനവന്റെ ഉള്ളിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ ചോദിക്കുന്നത്. അപ്പൊ അതിനേക്കാളും വലിയ വിഡ്ഢിത്തമുണ്ടോ? അപ്പൊ ഞാൻ കണ്ണാടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്റെ ജീവനില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരുന്ന് കഴിക്കാറായി എന്നാ അതിന്റെ അർത്ഥം, അല്ലേ? ഞാൻ മുന്നിങ്ങനെ പറയാം എനിക്ക് ജീവനില്ല അങ്ങനെ പറയൂ. കാരണം അതാ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവുണ്ടായി പറയുന്നത്. ഈ മണ്ടനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ മണ്ടത്തരം പറയില്ല. ഇതേപോലെ ഒരു മണ്ടത്തരമാണ് ഏത്? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം. അതാണ് കാര്യം. അവനവന്റെ ഉള്ളിൽ കണ്ടെത്തേണ്ടത് റോട്ടിൽ കിടന്ന വിവാദം കൊണ്ട് എന്താ കാര്യം, അല്ലേ? ഈശ്വരൻ ഉണ്ടോ എന്ന് പറഞ്ഞ ഒരാൾ തല്ലിവിടുക, ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് വേറൊരാൾ തല്ലിവിടുക. ഇത് രണ്ടും ഒരേപോലെയാണ് ഈ വിവാദം ഉണ്ടാക്കല്. അങ്ങനൊരു വിഷയമേ ഇല്ല. കാരണം എന്താ? ആത്മബോധമുള്ളവന് ഇത് മനസ്സിലാവും. അല്ലാത്തവനോ 100 ജന്മം കഴിഞ്ഞാലും ആത്മബോധം ഉണ്ടാവില്ല, സാമാന്യ ബോധം ഉണ്ടാവില്ല, മനഃശുദ്ധിയും ഉണ്ടാവില്ല. നമുക്ക് കാണാം. അതാണ് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം. ജന്മജന്മാന്തരങ്ങളിലുള്ള അനുഭവങ്ങളെ കൊണ്ടും ആ വിശുദ്ധിയെ കൊണ്ടും മാത്രമേ എന്ത് സാധിക്കുള്ളൂ? ശ്രീമദ് ഭാഗവതം എന്ന് നാവ് കൊണ്ട് പറയണമെങ്കിൽ സാധിക്കുള്ളൂ. നാവ് കൊണ്ട് ശ്രീമദ് ഭാഗവതം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിനാ ശുദ്ധി വേണം. അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഈശ്വരൻ എന്ന് പറയണമെങ്കിൽ ആ ശുദ്ധി വേണം. ഭഗവാൻ എന്ന് പറയണമെങ്കിൽ ആ ശുദ്ധി വേണം. ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ ആ ശുദ്ധി വേണം. റോട്ടിൽ കൂടെ കിടന്ന് ഇല്ല എന്ന് പറയാൻ ഒരു ശുദ്ധിയുടെ ആവശ്യമില്ല. മെഡിക്കൽ കോളേജില് സൈക്കാട്രി വാർഡിൽ കിടക്കുന്ന ആൾക്കും അത് പറയാൻ വേണമെങ്കിൽ മനസ്സിലാവില്ലേ? മെഡിക്കൽ കോളേജിലെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് അമ്മാവെന്ന് പറഞ്ഞു കിടക്കുന്ന ആൾക്കും വേണമെങ്കിൽ എന്ത് പറ്റും? അങ്ങനെ പറയാം ഈശ്വരനില്ല. ഇത് ഈശ്വരൻ എന്താണെന്ന് തിരിച്ചറിയാനാണ് തലയില് ആള് വേണ്ടത്, ബോധം വേണ്ടത്. ഇല്ല എന്ന് പറയാൻ ആർക്കും പറ്റും. എന്തിനേ ഇല്ല എന്ന് പറയുന്നത്?
എന്താണ് ഈ പറയുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും അവനവന്റെ ഉള്ളിലേക്ക് ചിന്തിക്കുന്നവൻ ഒരിക്കലും ഈ വാക്ക് പറയില്ല. അതിന്റെ ആവശ്യമില്ല, ആരും ചോദിക്കുന്നില്ല. അപ്പൊ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കണ്ടോ ഈശ്വരനുണ്ടോ? ആരെങ്കിലും ചോദിക്കണ്ടോ? ആലോചിച്ചു. ഇത് വെറുതെ അല്ലേ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാനോ എന്തൊക്കെയോ നേടാനോ ചില അവാർഡുകളൊക്കെ നേടാൻ അല്ലേ ചില എന്താണ് സുഖമൊക്കെ അനുഭവിക്കാൻ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പല കാലങ്ങളിലായിക്കൊണ്ട് ഇതൊന്നും വേണ്ട ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോ എന്താ വെച്ചാൽ ആധ്യാത്മികമായിരിക്കുന്ന ചിന്തകൾ പൊതുവെ സമൂഹത്തിൽ കൂടി വന്നതുകൊണ്ട് വലിയ മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്കില്ല. അതുകൊണ്ട് അവരും കൂടി ഇപ്പൊ എന്തായി ഈശ്വരനെ ചിന്തിക്കാനും വേഷം കെട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അല്ല സത്യം. ഇതിനെപ്പറ്റി അല്ലേ ഇത് പുറമേയുള്ള ഏർപ്പാടുകളൊന്നും അല്ല. ഇത് അവനവന്റെ ഉള്ളിലുള്ള യഥാർത്ഥമായിരിക്കുന്ന ബോധമാണ് എന്ന് തിരിച്ചറിയാൻ അല്ലേ കൃഷ്ണ അവബോധം എന്നാണ് പറയുന്നത്. ഭാഗവതം അതിനാണല്ലോ. ഭാഗവതം പറയുന്നത് സത്യം പരം ധീമഹി എന്നുള്ള ആ അവബോധം ഉള്ളിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ദ്വന്ദ്കാരിയെ പോലെയുള്ള സാധനങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കും അല്ലെ. മഹാത്മ്യത്തിൽ അതാണല്ലോ പറഞ്ഞത്. ദ്വന്ദ്കാരിയെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും. അമ്മയെ തല്ലി കൊല്ലുന്നവരും നാട് നശിപ്പിക്കുന്നവരും ചത്തുപോയി പ്രേതമായിട്ട് പോലും നാട് നശിപ്പിക്കുന്നവരായിട്ട് തീരും എന്നാണ് ഭാഗവത മാഹാത്മ്യത്തിലുള്ള ദ്വന്ദ്കാരിയുടെ കഥ പറയുമ്പോൾ. ആത്മദേവന്റെ ഗൃഹത്തിലുണ്ടായ ആളാണ് അല്ലെ. ബ്രാഹ്മണ കുടുംബത്തിൽ ഉണ്ടായോ ഇല്ല എന്നുള്ളതല്ല, വന്ന് ചേർന്നിട്ടുള്ള ആളാണ് അല്ലെ. ബ്രാഹ്മണ കുടുംബത്തിലേക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നൊരു കുട്ടിയാണ് ഇത് ദ്വന്ദ്കാരി. ദ്വന്ദ്ുള്ളി എന്നുള്ള അമ്മ ദ്വന്ദ്കാരി എന്ന് പറഞ്ഞിട്ടുള്ള പുത്രനൊന്നല്ലേ പ്രസവിച്ചോന്നല്ല, ആരോ പ്രസവിച്ചോ അതിനെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ ഉണ്ണിയാന്ന് പറഞ്ഞ അവസാനം അതിന്റെ കൈ കൊണ്ട് തന്നെ തല്ലുകൊണ്ട് അല്ലെ. അതാണ് ദ്വന്ദ്കാരിയുടെ കഥ. അവസാനം ഇയാളെ എന്ത് ചെയ്തു? ഇയാൾക്ക് യാതൊരു അഡ്രസ്സും ഇല്ല. ഇയാളുടെ കൂടെയുള്ള ആൾക്കാർ അയാളെയും കത്തിച്ചു വിട്ടു ഒരു ദിവസം അല്ലെ. പുഴുങ്ങി കൊന്നു എന്നാണ് പറയാ, തീയിലിട്ട് കൊന്നു. എന്നിട്ട് മഹാപ്രേതമായി. ആരെ രക്ഷിക്കാൻ വേണ്ടി വന്നത്? അതേ കുടുംബത്തിൽ തന്നെ ഒരു പശുവിനുണ്ടായ അല്ലെ ഒരു മഹർഷി കൊടുത്തതായിട്ടുള്ള പഴം കഴിച്ച് ഉണ്ടായ ആ പശുവിൽ നിന്നുണ്ടായ ഗോകർണൻ എന്നുള്ള ഉണ്ണി വന്ന് ആ ദ്വന്ദ്കാരിയെ ഭാഗവതം കേൾപ്പിച്ച് ആരാക്കി തീർത്തു? മഹാവിഷ്ണു സ്വരൂപിയാക്കി തീർത്തു. ആലോചിച്ച് നോക്കൂ. അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. ആരൊക്കെങ്കിലും സാധിക്കും? വേറെ ഒരാൾക്കും സാധിക്കില്ല. അവിടെ ഭഗവത് പാർഷദന്മാർ തന്നെ പറയണു ഇത് ഭാഗവതത്തിന്റെ മഹത്വമാണ്. ഭഗവത് അല്ലെ വൈകുണ്ഠത്തിൽ നിന്ന് വന്ന ഭഗവത് പാർഷദന്മാര് തന്നെ പറഞ്ഞു ഈ ദ്വന്ദ്കാരിക്ക് വിഷ്ണു സ്വരൂപം കിട്ടിയെങ്കിൽ ശംഖചക്ര ഗദാപത്മധാരിയായി ഗീതാംബരധാരിയായി ഭഗവാന്റെ തന്നെ സ്വരൂപം അവിടെ കാണാൻ സാധിച്ചു. അവിടാണ് ഗോകർണനൊക്കെ വലിയ അത്ഭുതമായി. കാരണം ഭാഗവതം കേട്ട് പ്രത്യക്ഷമായിട്ടൊരാളെ മഹാവിഷ്ണുവായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ വേറെന്ത് തെളിവാ വേണ്ടത്? ഭാഗവത മഹാത്മ്യത്തിൽ ഭാഗവതത്തിന് മഹത്വം അറിയാൻ. പക്ഷേ ഇതിന് വലിയ മഹത്വമൊന്നുമില്ല വിചാരിച്ചിട്ട് കച്ചവടത്തിന് വന്ന ദേവേന്ദ്രനെ ഒഴിച്ചു വിടുകയും ചെയ്തു അല്ലെ. ദേവേന്ദ്രൻ അമൃത് അങ്ങോട്ട് തരാം ഭാഗവതം അങ്ങോട്ട് തരൂ എന്നൊക്കെ പറഞ്ഞ് കച്ചവടത്തിന് വന്നു. ഓടിക്കൊള്ളാൻ പറഞ്ഞു അല്ലെ. സ്വർണ്ണക്കടയിലേക്ക് കല്ല് കൊണ്ടു ചെന്നാൽ എന്തിനും കൊള്ളാം. സ്വർണ്ണക്കടയിൽ ചില്ലാണ് ഇതിന് ഈ തൂക്കത്തിന് സ്വർണം തരൂ എന്നാണ്. ആ കല്ലെടുത്തൊരു വീക്കിനോട് തരും. അതാണ്ടാവുക. ആ കല്ലെടുത്ത് തരാ ഇറങ്ങി ഒടുക്കി വിടുന്നു. സ്വർണ്ണക്കടയിൽ ഈ കല്ലും കൊണ്ട് ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് 60,000-ന്റെ മുകളിൽ കയറിയില്ലേ. എന്തിന്? അപ്പോ ഇന്ന് സ്വർണ്ണക്കടയിലേക്ക് നമ്മളൊരു കരിങ്കല്ലും കൊണ്ട് അതിമ സ്വർണത്തിന്റെ പെയിന്റ് അടിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ മണ്ടയിൽ തന്നെ ഒരക്കി വേണം. അതാണ് അമൃതും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസമാണ് കാണിക്കുന്നത്. ഭാഗവതം തനി തങ്കമാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്വർണത്തിന്റെ പെയിന്റ് അടിച്ച കരിങ്കല്ല് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയില്ലേ. പ്രത്യേകിച്ചും ആരുടെ മുമ്പിലാണ്? നല്ല പണിക്കാരന്റെ അടുത്താണ് കൊണ്ടുവന്നത്. ശ്രീശുഖന്റെ അടുത്ത്, ശ്രീശുഖ ബ്രഹ്മേശ്വരുടെ അടുത്ത് അമൃത് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? തിരിച്ച് കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു ദേവേന്ദ്രനോട്. അവസാനം ദേവേന്ദ്രാദികൾ പോലും ആ പരീക്ഷത്തിന് പ്രത്യക്ഷമായിട്ട് വൈകുണ്ഠ പദം ലഭിച്ചപ്പോഴാണ് അവർക്കും ബുദ്ധിയായത്. ഇനി ഒരു സപ്താഹം ഉണ്ടെങ്കിൽ ഞങ്ങളും കേൾക്കുന്ന. ആലോചിച്ചു നോക്കൂ. ആ പരീക്ഷത്ത് കേട്ട് ആ പരീക്ഷത്തെ 7 ദിവസങ്ങളെ കൊണ്ട് അല്ലേ ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേർന്ന് കണ്ടപ്പോഴാണ് ഇനി ഞാൻ ഈ അമൃതം നോക്കിയിരിക്കില്ല, ഞാൻ ഇനി എവിടെ സപ്താഹം ഉണ്ടോ അവിടേക്ക് എത്തിച്ചേരും. ദേവേന്ദ്രനും തീരുമാനിച്ചു. ഇന്ദ്രഹോവാദീൻ മൃദംഗം പ്രഹ്ലാദസ്ഥാളധാരി സകല ലോകത്തിലുള്ള സകലരും ഭാഗവതത്തിന്റെ മഹത്വം അറിഞ്ഞു എന്നാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. അസുര ലോകത്തിലുള്ളവര് ദേവലോകത്തിലുള്ളവര് അങ്ങനെ
14 ലോക കൽപ്പനകളിലും എന്തിനാ ഈ 14 ലോകം എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ ജീവരാശികൾ ഉള്ളത് ആ ജീവരാശികൾക്കൊക്കെ ആശ്രയമായിട്ടുള്ളതാണ് ഭാഗവതം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 14 ലോകങ്ങളിലും ഉള്ളവർ ആനന്ദതലത്തിൽ ഭാഗവത സപ്താഹത്തിന് ഒത്തുകൂടി എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ലോകമൊന്നുമില്ല, താൻ എന്തായി പറയണമെന്ന് ചോദിക്കണ്ട. അവ പറഞ്ഞിട്ടില്ല. ഭൂമിക്ക് മുകളിലൊരു ലോകം, ഭൂമിക്ക് താഴൊരു ലോകം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. നമ്മൾ തന്നെ അസുരന്മാരും നമ്മൾ തന്നെ ദേവന്മാരും നമ്മൾ തന്നെയാണ് പല വിധത്തിലുള്ള തിരിയക്കുകളുടെ ഇടയിൽ ജീവിക്കുന്നവര് അല്ലേ. നമ്മുടെ കൂടെ തന്നെയാണ് അനേകം ജീവരാശികൾ ഈ പ്രപഞ്ചത്തിലുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവരാശികൾക്കും ഉള്ളതാണ് ഭാഗവതം എന്നാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. പ്രഹ്ലാദസ്ഥാളധാരി തലടഗതിതയാ ശുദ്ധവക്കാംസ്യധാരി ഇന്ദ്രോവാദി മൃദംഗം സ്വരകുശലതയാ രാഗകർത്താർജുനോ ഭൂൽ. ഇങ്ങനെ സർവ ലോകവാസികളും ഭാഗവതത്തിലേക്ക് എത്തി എന്ന് പറയുന്നത് എന്താണ്? സർവ്വലോകവാസികൾക്കും ഒരേപോലെ ആസ്വാദ്യമായിട്ടുള്ളതാണ് എന്ത്? ഭാഗവതം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ചെവിയൊക്കെ വെച്ച് തന്നിട്ടുള്ള ആൾക്കാരാണ് ആര്? ആരാ? നല്ല ചെവിയൊക്കെ സുന്ദരമായിട്ട് 2 ചെവിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് ആർക്ക്? കേൾക്കാൻ പാകത്തിന്. ഇതിപ്പോ കൂടെ ഓടി നടക്കുന്ന സാധനത്തിന് അങ്ങനെ കേൾക്കാൻ പറ്റില്ലല്ലോ. നമുക്കാവുമ്പോ അത് അറിഞ്ഞ് കേൾക്കാം. ഇനി ചെവി കേൾക്കില്ലേ എന്നാലും കുഴപ്പമില്ല. അതെന്താ? വന്നിരുന്നാ മതി. കണ്ണ് കാണില്ലേ? കുഴപ്പമില്ല. ഉള്ളിൽ കാണാം എന്നാണ്. കണ്ണ് കാണാത്തവന് ഉള്ളിൽ കാണാം, കാത് കേൾക്കാത്തവന് ഹൃദയത്തിൽ ശ്രവിക്കാം. കാരണം ഇത് ഹൃദയത്തോടു കൂടി ശ്രവിക്കുന്നതാണ് ഭാഗവതം. ഏത് അല്ലേ വികലഭാവമുള്ളവന്, വികലാംഗൻ എന്നുള്ള ഭാവത്തിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിലും അത് ഭാഗവതത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ആ ആത്മസ്വരൂപത്തിന് ഇത് അനുഭവമായിട്ട് തീരുന്ന സപ്താഹവേദിയിൽ വന്നിരിക്കേ വേണ്ടു. ഇതാണ് സനകാദി യോഗീശ്വരന്മാര് നാരദ മഹർഷിയോട് പറഞ്ഞത്. അതാണല്ലോ ഭാഗവത മഹാത്മ്യം. നാരദ മഹർഷിയും സനകാദികളും തമ്മിലുള്ള സംവാദമാണ് ഭാഗവത മഹാത്മ്യം. അപ്പൊ സനകാദി യോഗീശ്വരന്മാര് നാരദനോട് പറഞ്ഞു, ഉണ്ണി ശിഷ്യനാണുണ്ട്, പക്ഷെ പുത്ര സമമായിട്ടാണ് സനകാദികള് നാരദനെ കാണുന്നത്. അപ്പൊ നാരദനോട് പറഞ്ഞു, ഉണ്ണി അങ്ങ് ലോകത്തിൽ ആരും ആയിക്കോട്ടെ എന്നാണ്, ഏത് തരത്തിൽ പഞ്ച ഉഗ്രപാപങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹാപാപി ആയിക്കോട്ടെ. ഏതൊക്കെ പഞ്ചോഗ്രപാപം എന്ന് പറഞ്ഞാൽ ഗുരുഹത്യ, ബ്രഹ്മഹത്യ, ഭ്രാതൃഹത്യ, ഇങ്ങനെ സ്ത്രീഹത്യ, ബാലഹത്യ, ഇങ്ങനെയുള്ള 5 തരത്തിലുള്ള ഹത്യകളുണ്ട് അല്ലെ. ഗുരുഹത്യാപാപം, ബ്രഹ്മഹത്യാപാപം, അല്ലെങ്കിൽ പിതൃഹത്യാപാപം, പിന്നെന്താണ് ബാലഹത്യാപാപം, സ്ത്രീഹത്യാപാപം, ഇങ്ങനെയുള്ള 5 ഇതൊന്നും ഇപ്പൊ പാപമല്ലാട്ടോ. 2024 കഴിഞ്ഞ് 2025 ആകുമ്പോഴേക്ക് കുറച്ചും കൂടി കൂടുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും കുറയുന്നു നമ്മൾ കണക്കാക്കണ്ട. പേപ്പറിൽ നിന്ന് നോക്കിയാൽ കാണാം. ഒരു വെളിവില്ല. ആരായാലും വേണ്ടില്ല നശിപ്പിക്കാൻ ഒരു ബോധമില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതൊക്കെ ഗെയിമായിട്ട് അതിനൊക്കെ അവാർഡും കൊടുക്കും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആരെ കൊന്നാലും അവാർഡ് ഉറപ്പാ. അപ്പോ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ എന്താ? അത് കലികാലത്തിന്റെ അധർമ്മഭാവമാണ്. അതാണ് കലിജാനാം എന്ന് പറഞ്ഞത്. ഈ കലിയുഗത്തിൽ സനകാദി യോഗീശ്വരന്മാരെ പറഞ്ഞതാണ്, കലിയുഗത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അധർമ്മങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു കണക്കുണ്ടാവില്ല. എന്നാൽ അങ്ങനെ അധർമ്മങ്ങളെ മാത്രം ചെയ്ത് ജനിച്ച് അധർമ്മമല്ലാതെ മറ്റൊന്നും ചെയ്യാത്തവനാണെങ്കിൽ പോലും എന്ത് ചെയ്താൽ മതി? എവിടെയെങ്കിലും ഒരു ഭാഗവതത്തിന്റെ ലേശം കേട്ടാൽ മതി, അതിൻ്റെ ഉള്ളില് ശുദ്ധി ഉണ്ടാവാൻ ആരംഭിക്കും എന്നാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ഭാഗവതത്തെ ശ്രവിക്കാൻ. ഇതാണ് സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. സപ്താഹയജ്ഞത്തിലൂടെ, ശ്രീമദ് ഭാഗവത സപ്താഹത്തിലൂടെ കലിയുഗത്തിൽ എന്തെന്നില്ലാത്ത ശുദ്ധി എല്ലാവരിലും ഉണ്ടാവുന്നു. എത്ര മഹാപാപം ചെയ്തവനായിക്കോട്ടെ, ഇനി ഏതൊക്കെ വൈകല്യങ്ങൾ ഉള്ളവനായിക്കോട്ടെ, ഏതവസ്ഥയിലുള്ളവനും, അതാണ് മനുഷ്യനാണോ കേൾക്കാം. ഇനി മനുഷ്യജന്മം കിട്ടി അതിൽ സാധിക്കാതെ പ്രേതാവസ്ഥയിലിരിക്കുന്നവനായാലും കേൾക്കാം. അതിനുദാഹരണമാണ് ആരുടെ കഥ പറഞ്ഞത്? ധുന്ധുകാരിയുടെ കഥ പറഞ്ഞത്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നാരദ മഹർഷി വേദവ്യാസനെ വന്ന് ബോധിപ്പിച്ചു, അങ്ങ് ഭാഗവതത്തെ വിസ്തരിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുക്കൂ. ആ ഭാഗവതമാണ് വേദവ്യാസൻ അതിഗംഭീരമായിട്ട് ശ്രീകൃഷ്ണ കഥകൾ, അനേകം അവതാര കഥകളോടുകൂടി ശ്രീമദ് ഭാഗവതമാകുന്ന മഹാപുരാണമായിട്ട് നമുക്ക് നൽകിയിരിക്കുക.
അപ്പൊ ഭാഗവത രചനയ്ക്കുണ്ടായ കാരണവും ഭാഗവതത്തെ ലോകം മുഴുവൻ പാടി നടക്കാൻ ഇടവരുന്നതായിട്ടുള്ള കാരണമൊക്കെ ഭാഗവത മാഹാത്മ്യത്തിൽ നമുക്ക് വർണ്ണിച്ചു വരുന്നുണ്ട്. നാരദ മഹർഷി തന്നെയാണ് ഇതിനെ പ്രസിദ്ധമാക്കിയത്. നാരദ മഹർഷി പറഞ്ഞു, ഇനി കലിയുഗത്തിൽ ഭാഗവതമല്ലാതെ മറ്റൊന്നും പാടിയിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം തന്റെ സ്വന്തം അനുഭവത്തിൽ ഇറങ്ങിയതാണ്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഉണ്ടായതായിട്ടുള്ള ക്ഷയം കണ്ട് പല രീതിയും നോക്കി. ഭഗവത്ഗീത, അതുപോലെ മറ്റ് വേദങ്ങള്, ശാസ്ത്രങ്ങള്, ഉപനിഷത്ത്, ഇതൊക്കെ നോക്കി. പക്ഷേ ഇതുകൊണ്ടൊന്നും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവസാനം ഭാഗവത മാഹാത്മ്യം എന്ന് കേട്ടപ്പോഴേക്ക് തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ആ ക്ഷയഭാവത്തിൽ നിന്ന് ഉണർന്ന് ഭാഗവതം എന്ന് കേൾക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് ഓടി വന്നു എന്നാണ് പറയുക. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ എന്നിങ്ങനെയുള്ള ആ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ഭക്തിദേവിയും ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന കുട്ടികളും ആ ഭാഗവത സപ്താഹത്തിലേക്ക് ഓടിയെത്തി എന്ന് പറയുന്നത് കേൾക്കാം. ആ ഭാഗവത സപ്താഹത്തിൽ ഭഗവാൻ തന്നെ പ്രത്യക്ഷമായി, ശ്രീശുകാദികൾ തന്നെ ഓടിയെത്തി. ഇങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നതായിട്ടുള്ള ഒരു സപ്താഹത്തെ കൂടി ആനന്ദതടം എന്നുള്ള പുണ്യഭൂമിയിൽ വെച്ച് നാരദ മഹർഷിയും സനകാദികളും എല്ലാ ലോകവാസികളും കൂടി നിർവഹിച്ചതായിട്ടുള്ള ഒരു കഥ കൂടി ഭാഗവത മാഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാദി ദേവന്മാരൊക്കെ അതിനെ വെണ്ണ പോലെ ഇത് ആദ്യം മുതലേ തിരിച്ചറിഞ്ഞു. ബ്രഹ്മാവിന് മനസ്സിലായി, അനേകം അല്ലെ ജ്ഞാനം വെച്ച് തൂക്കി നോക്കിയതാണ് ഭാഗവതവുമായിട്ട്. പക്ഷെ ഭാഗവതത്തിന് തുല്യമായിട്ട് മറ്റൊന്നും ബ്രഹ്മാവിനും കാണാൻ സാധിച്ചില്ല. ഇങ്ങനെയുള്ള ആ ഭാഗവത മാഹാത്മ്യത്തെ പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളിലൂടെ വേദവ്യാസ മഹർഷി വർണ്ണിച്ചു. അപ്പൊ നമ്മളിലേക്കും ഇതുപോലെ ആ ഭാഗവത മഹത്വം, അത് ഇപ്പൊ ഭാഗവത മാഹാത്മ്യം കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. അതാണ് ഇനിയുള്ള 7 ദിവസങ്ങൾ ഭാഗവതം കേൾക്കുക. എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് വിചാരം ചെയ്യുക, താൻ എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. ഇത് വെറുതെ എങ്ങനെ കേട്ടുപോയാൽ മതിയോ? അപ്പൊ വെറുതെ കേട്ടുപോയാൽ പോരാന്നുള്ളത് ഇന്ന് തന്നെ ഉറപ്പിക്കണം. അല്ലെങ്കിൽ 7-ാം ദിവസം വരെ ഇരിക്കണ വെറുതെ. അതാണ് 7 ദിവസം വരെ നമ്മൾ വെറുതെ കേൾക്കാം എന്ന് വിചാരിക്കരുത്. പിന്നെന്താണ്, ആദ്യ ദിവസം മുതൽക്ക് തന്നെ ഇതിൽ നിന്ന് എനിക്ക് എന്താണോ ഉൾക്കൊള്ളാനുള്ളത് അതിനെ ഞാൻ ഉൾക്കൊള്ളും എന്നുള്ള നിലയ്ക്ക് തന്നെ കേൾക്കുക. അപ്പൊ നമ്മളിൽ ആധ്യാത്മികമായിരിക്കുന്ന മാറ്റം സംഭവിക്കും, അത് സംശയമില്ല. അത് എത്രയോ സജ്ജനങ്ങളുടെ അനുഭവമായിട്ടുള്ളതാണ്. എത്രയെത്രയോ ആളുകൾ സ്വന്തം അനുഭവങ്ങളെ പറയുന്നത് കേൾക്കാം ഭാഗവത ശ്രവണത്തിലൂടെ, ഉപാസനയിലൂടെ. ഇവിടെ പറഞ്ഞല്ലോ തന്ത്രി, അദ്ദേഹം പറയലുണ്ടായി, ഒന്നും ചെയ്യണ്ട, കേട്ടാ മതി അല്ലെ. ശ്രവണം, നവവിധ ഭക്തി ആദ്യം പറയണത് എന്താണ്? ശ്രവണം, കീർത്തനം തുടങ്ങുന്ന ആ നവവിധ ഭക്തിയിൽ ഏറ്റവും ആദ്യം പറയുന്നത് എന്താ? ശ്രവണം. വേറെ ഒന്നും ചെയ്യണ്ട, കേട്ടാ മതി. കേൾക്കുക എന്നതുപോലെ പ്രധാനമായിട്ട് മറ്റൊന്നുമില്ല. കാരണം ഇത് ശ്രുതിയാണ് എന്ന് പറഞ്ഞല്ലോ. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കേണ്ടതാണ്. ശുശ്രൂഷുഭി എന്ന് പറഞ്ഞു അല്ലേ? ശുശ്രൂഷിക്കേണ്ടതാണ്. ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രോതും ഇച്ഛ എന്നുള്ളത് ഉണ്ടാവുക, അതാണ് ശുശ്രൂഷ. കേൾക്കാനുള്ള ശ്രദ്ധയും ആഗ്രഹവും ഉണ്ടാവുക, അതാണ് ശുശ്രൂഷ. ആ ശുശ്രൂഷയിലൂടെയാണ് ശ്രുതി നമുക്ക് ഹൃദിസ്ഥമായിട്ട് തീരുക. ആ കേൾക്കുന്നതിന് ശ്രദ്ധയുണ്ടാകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ടിരിക്കാൻ ഭാഗവതം കയ്യിൽ വെച്ച് നോക്കാം. വായിക്കുന്ന സമയത്ത്, കഥ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് യജ്ഞവേദിയിൽ നോക്കി കഥ കേൾക്കാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, ഇതൊക്കെ അല്ലെ ശ്രദ്ധയോടുകൂടി യജ്ഞത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ സാധിച്ചാൽ മതി എന്നാണ്. അതാണ് ഭാഗവത മാഹാത്മ്യത്തിൽ എങ്ങനെയാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നതിന് പറയുന്നത്. ഇതിൽ മാത്രം ശ്രദ്ധിക്കുക. 7 ദിവസങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. 7 ദിവസം ആരോടോ സ്കൂളിൽ പോകണ്ട പറയാൻ പറ്റും, അത് പറ്റില്ല. സ്കൂളിൽ പോണ കുട്ടികളെ അധികമൊന്നും കാണാനില്ല, 2-3 കുട്ടികളെ ഉള്ളൂ. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അതോ വയസ്സായ കുട്ടികളെ ഉണ്ടാവുള്ളൂ? കുട്ടികളെ കൊണ്ടുവരണേ. കാരണം ഭാഗവത മാഹാത്മ്യം തന്നെ പറയുന്നത് ധ്രുവനെയും പ്രഹ്ലാദനെയും പോലെയുള്ള കുട്ടികളാണ് ഭാഗവതം പ്രധാനമായിട്ടും കേൾക്കേണ്ടത്. ധ്രുവനെ പോലെ, പ്രഹ്ലാദനെ പോലെ ഒരു 5 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രധാനമായിട്ടും കേൾക്കണം. ചെറിയ കുട്ടികൾക്ക് പിന്നെ അത്ര മനസ്സിലാവില്ല. ഒരു 5 വയസ്സ് മുതലുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും കേൾക്കണം.
അവർക്ക് വേണ്ടിയ ഭാഗവതം. 50 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നമുക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, അവർ കേട്ടോളും അല്ലേ? 50 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ കേട്ടോളും. 5 വയസ്സ് മുതൽക്കുള്ള കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? കേൾക്കണം. അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും കേൾക്കാറാവും എന്നാണ്. അവരെ വേണ്ട പോലെ കേൾപ്പിച്ചില്ല അച്ഛൻ, അത് ഭാഷ ഒന്ന് മാറും അല്ലേ? അവൻ ഞങ്ങളെന്ന് കേൾപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അധപ്പതനം സംഭവിക്കാതിരിക്കാൻ നമ്മള് പുതിയ തലമുറയിലുള്ള ചെറിയ കുട്ടികളെ എന്ത് ചെയ്യണം? ഭാഗവതം നിർബന്ധമായിട്ടും, ഗുരുനാഥന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 പൊട്ടിച്ചിട്ടായാലും കേൾപ്പിക്കണം എന്നാണ്. ആ ഭാഷ മനസ്സിലായില്ലേ? അതെന്താ? നിർബന്ധിച്ചതാണ് അർത്ഥം. കാരണം ഇത് നിർബന്ധമായിട്ട് കേൾക്കേണ്ടതാ. നമ്മുടെ ഈ നിർബന്ധം ഒഴിവാക്കിയപ്പോഴാണ് മറ്റു പലതിനൊക്കെ നിർബന്ധം തുടങ്ങിയത്. നമ്മൾ നിർബന്ധിക്കൽ ഒഴിവാക്കി. അപ്പൊ എന്തായി? അപ്പൊ മയക്കുമരുന്നും മദ്യമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിർബന്ധമായിട്ട് തീർന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള നിർബന്ധങ്ങളിൽ നിന്ന് ആധ്യാത്മിക ശാസ്ത്രങ്ങളെ നിർബന്ധപൂർവ്വം കേൾപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കുടുംബാംഗങ്ങൾ, അച്ഛനമ്മമാർ എത്തിച്ചേരണം. അല്ലെങ്കിൽ കേൾപ്പിക്കും. അതാ പറഞ്ഞത്. എന്ത് കേൾപ്പിക്കും? വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. 2024 കഴിഞ്ഞിന് 25ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കേരളത്തിലെ ഓരോ ജില്ലകളിലും എത്രയാണ് പ്രശ്നങ്ങളെന്ന് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി അല്ലേ? ഇഷ്ടം പോലെയാണ്. ഓരോ കുടുംബങ്ങളെയും വരെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ആളുകള് പല രീതിയിലുള്ള അല്ലെ ഏർപ്പാടുകളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പ്രത്യേകിച്ചും ഓരോ സമൂഹത്തിലും അതിൽ യാതൊരു ഭേദവും എല്ലാ കുട്ടികളെയും ആധ്യാത്മികമായിരിക്കുന്ന ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഇതിനുള്ള വഴിയുള്ളൂ. നമ്മൾ അവരെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇന്ന് രക്ഷിക്കാൻ പറ്റാത്ത കുഴികളിലേക്കാണ് ചെന്ന് ചാടുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റിയിരുന്നു. ഇന്നിപ്പോ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാർക്ക് പോലും രക്ഷിക്കാൻ പറ്റാത്ത കുഴിയിലേക്കാണ് കുട്ടികൾ ചെന്ന് ചാടുന്നത്. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന്, വണ്ടിയുമ്പിലുള്ള അപകടമല്ല ഞാൻ പറയുന്നത്, അതിനേക്കാളും വലിയ വണ്ടിയും വലിയുണ്ട്, മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും. സ്കൂളിൽ വരെ എത്തിച്ചേരുന്നതായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ അവബോധം ഉണ്ടാക്കുന്നതിന് അച്ഛനമ്മമാര് തന്നെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടാനുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോ എല്ലായിടത്തും അതാണ് അല്ലേ സജ്ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധ്യാപകര്, ഡോക്ടർമാര്, പോലീസുകാരെ, എത്ര ആളുകളാണ് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കുട്ടികളിൽ ഇതിന്റെ അവബോധം ഉണ്ടാക്കുന്നതിന്റെ കൂടെ നമ്മൾ എന്തുകൂടി വേണം? ഈശ്വരനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അവബോധം കൂടി നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് 5 വയസ്സ് മുതൽക്കുള്ള കുട്ടികളെ നിർബന്ധമായിട്ടും യജ്ഞവേദിയിൽ കുറച്ചു നേരമെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തുക. അത് പ്രധാനമായിട്ടും ചിന്തിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നു, നമ്മള് എല്ലാവരും കുടുംബത്തോടു കൂടി വന്ന് ഭാഗവതം കേൾക്കണം. എല്ലാവരും ചേർന്നുകൊണ്ട് കേൾക്കേണ്ടതാണ് ഭാഗവതം. അപ്പോഴാണ് പരസ്പരമുള്ള ബന്ധമൊക്കെ ഐക്യവുമൊക്കെ വേണ്ട പോലെ ശുദ്ധമായിട്ട് തീരാം. വളരെ ഉത്സവ സമാനമായിട്ട് ഭാഗവത സപ്താഹം നടത്തണം. എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. ഇതൊക്കെ ആ മാഹാത്മ്യത്തിൽ വേണ്ട പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാഗവതത്തിന്റെ ആ ശ്രവണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെന്തൊക്കെ വേണമോ അതൊക്കെ നമ്മൾ തയ്യാറാവുക. ശരീരശുദ്ധിയും അതുപോലെ മനഃശുദ്ധിയും ഒക്കെ വേണ്ട പോലെ ചേർത്തുകൊണ്ടാണ് ഭാഗവത ശ്രവണം ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഇനിയുള്ള 7 ദിവസങ്ങൾ, നാളെ രാവിലെ ഒരു 6:30 തുടങ്ങിയാൽ പോരെ? അതോ 6:15 പറയും? എപ്പോ തുടങ്ങണം? എത്ര? 6:30 നമുക്ക് സഹസ്രനാമത്തോടുകൂടി തുടങ്ങാം. രാവിലെ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എന്നല്ല, സ്കൂളിൽ പോകാൻ അത് കഴിഞ്ഞാൽ സാധിക്കും. ഞാൻ അപ്പൊ അങ്ങനെയല്ലേ പറയുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുക. അതല്ല, സ്കൂളിൽ പോയിക്കോട്ടെ, അത് വേണ്ടാന്ന് ഞാൻ പറയില്ല. എന്നായാലും വൈകുന്നേരം അതുപോലെ നമുക്ക് കുറച്ചു നേരം, 7:30 വരെ നമുക്ക് സമയം കിട്ടും. അപ്പോൾ നേരത്തെ തന്നെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് നേരത്തെ എത്താം. പിന്നെ അങ്ങനെ വീട്ടിൽ വട്ടുന്നിരിക്കൊണ്ട് കളിക്കരുത്. നേരെ നിത്യവേദിയിലേക്ക് വന്ന് കഥ കേൾക്കുക. പിന്നീട് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ രാത്രിയൊക്കെ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞല്ലോ വാസുവിടൻ. അപ്പോ നമ്മളിനി 7 ദിവസം അത് മാത്രം ശ്രദ്ധിക്കുക. നമ്മളെ കൈപിടിച്ച് നടത്താൻ നരസിംഹമൂർത്തിയുടെ പാദങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഇപ്പൊ തന്നെ. കാരണം ഭഗവാനാണത് നടത്തി തരേണ്ടത്. നമ്മളൊക്കെ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാലും പറയിപ്പിക്കേണ്ടതും കേൾപ്പിക്കേണ്ടതും ആരാണ്? അത് ഭഗവാനാണ്. ഭഗവാൻ പറയിപ്പിച്ചാൽ പറയാം, ഭഗവാൻ കേൾപ്പിച്ചാൽ കേൾക്കാം. അത്രേ നമുക്ക് പറ്റുള്ളൂ. അതിനു വേണ്ടി ആ പ്രഹ്ലാദപ്രിയനായിട്ടുള്ള നരസിംഹമൂർത്തിയെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗവത മാഹാത്മ്യത്തിലെ ഒരു അധ്യായം ഒന്ന് വായിച്ച് ഇവിടെ ഇന്നത്തെ സമർപ്പണം ചെയ്യാം.
നാളെ രാവിലെ മുതൽ 6 മുതൽ ആരംഭിച്ച് നാളെ വരാഹാവതാരം തുടങ്ങിയ രംഗങ്ങളൊക്കെയാണ്. ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, വരാഹമൂർത്തിയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ് ആ സപ്താഹത്തിന്റെ നിശ്ചയം ഉണ്ടായത്. അപ്പോൾ വരാഹ അവതാരം നാളെ പ്രധാനമായിട്ടുള്ളതാണ്. വരാഹമന്ത്ര അർച്ചനയും അതുപോലെ ഒറ്റയപ്പൻ നിവേദ്യമൊക്കെ എല്ലാവർക്കും സമർപ്പിക്കാം. വൈകുന്നേരം അതൊക്കെ ഇവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യാം. ഇനി ഭാഗവത മഹാത്മ്യത്തെ വായിച്ച് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഥാസുതം. അഥ പ്രഥമോധ്യായ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ ബ്രവീൽ. ശൗനക ഉവാച അജ്ഞാനധ്വന്തവിധ്വംസകോടിസൂര്യസമപ്രഭാ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹനിരാസശാ വൈഷ്ണവൈ ക്രിയതേ കഥം. ഘോരേ ഖലു പ്രായോ ജീവശ്ചാസുരതാം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വദാധുനാം. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. സൂത ഉവാച പ്രീതിശ്രവണകചിത്തേ ദൈഹതോ വസ്മി വിചാര്യ ച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ വിധാസ്യാമി സാവധാനതയാ ശൃണു. കാലവേവ്യാളമുഖഗ്രാസത്രാസധർണാശഹേതവേ ശ്രീമൽ ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം തദാ ഭാഗവതം ലഭേത. ഈക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാഃ തത്തസമാഗമനത്തിന്റെ കുറച്ച് കൂട്ടും. ശുഗം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രഭീയതാം പ്രവാസ്യാമോ വയം സർവേ ശ്രീമൽ ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാച ക്വ മണിർമഹത് ബ്രഹ്മരാദോ വിചാരീ വന്ദതാ ദേവാഞ്ജഹാസഃ. വിജ്ഞായ നദതോ സകഥാമൃതം ശ്രീമൽ ഭാഗവതീ വാർത്താസുരാണാമപി ദുർലഭാം. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാതാപി വിസ്മിതാ സത്യലോകേ തുലാം ബദ്ധ്വാ തോരയൽ സാധനന്യജ. പുണ്യന്യാനുജാതാനി ഗൗരവേണ ഇദം മഹൽ തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയു. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ഖലു പഠനാശ്രവണാൽ സദ്യോ വൈകുണ്ഠ ഫലദായകം. സന്ദാഹേന ശ്രുതം ചെയ്തൽ സർവദാ മുക്തിദായകം സനകാദ്യേ പുരാ പ്രോക്തം നാരദായ ദയാപരൈഹി. യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതൽ സുരർഷിണ സപ്താഹ ശ്രവണ വിധി കുമാരേസ്തസ്യ ഭാഷിത. ശൗനക ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച ഇതി ശ്രവേ കുതപ്രീതി സംയോഗ കുത്രതൈ സഹ. സോദൗവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനഘം ശുകേന മമ യത് പ്രോക്തം രഹസ്യം വിചാര്യ ച. ഏകദാ ഹി വിശാലായാം ചത്വാര ഋഷയോ മലാഃ സത്സംഗാർത്ഥം സമായാതാ ദദൃശു തത്ര നാരദം. കുമാര ഊജു കഥം ബ്രഹ്മൻ ദീനമുഖ കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യതേ പുത്ര കുതശ്ചാഗമനം തവാ. ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജന തവേദം കൃതസംഗസ്യാമോചിതം വദകാരണം. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി
പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ് ഇതസ്തഥാ നാവശ്യം കുത്രജിച്ഛർമാ മനസ്സന്തോഷകാരകം കലിനാ ധർമ്മമിത്രേണ ധരേയം ബാധിതാധുനാ സത്യം നാസ്തിതപശൗചം ദയാ ദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവാവരാഗ കൂടഭാഷിണ മന്ദാസ്തു ബന്ധമതയോ മന്ദഭാഗ്യാ ശുഭദ്രുതാഃ പാഖണ്ഡനിരതാ സന്തോ വിരക്തദാ സപരിഗ്രഹാ പ്രഭുതാഗേഹേസ്യാനഗോ ബുദ്ധിദായക വിക്രയിണോ ലോകാൽ ദമ്പതീനാം ച കൽപ്പനം ആശ്രമായ വനേരുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥാ ദേവതായതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിശ യോഗീനൈവ സിദ്ധോ വാജ്ഞാനീ സത്പ്രിയോ നര കവിതാവാനലേനാദ്യ സാധനം ഭസ്മതാം ഗതം അഷ്ടശൂലാ ജനപദാ ശിവശൂലാ ദ്വിജാതയ കാമിന്യക്കേശശൂലിന്യ സംഭവന്തി കലാവിഹാ ഏവം പശ്യൻ കലേർദോഷാൻ പര്യടൻ അവനീമഹം യാമനന്ദനമാപന്നോ യത്ര ലീലാ ഹരേരഭൂത തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വരാ ഏകാ തു തരുണീ തത്ര നിഷണ്ണാ ഖിന്നമാനസാ ദ്വൗ പതതോ പാർശ്വേ നിശ്വസന്താവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദദേശതയോ പുര ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം വപു വീജ്യമാനാ ശതസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹു ദൃഷ്ട്വാ ദുഹ്രാൽഗതസ്വോഹം കൗതുകേന തന്തികം മാം ദൃഷ്ട്വാ ചോത്ഥിതാ ബാലാ വിഹ്വരാജാ ബ്രവീദ്വച ബാലോ വാച ഭോ ഭോ സാധോക്ഷണം തിഷ്ഠ മച്ചിന്താമഭിനാശയ ദർശനം തവ ലോകസ്യ സർവഥാ ഖഹരം വരം ബുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേൽ ഭൂരി ഭവതോ ദർശനം തദാ നാരദോ വാച കാസിത്വം കാപി മൗചേമാ നാര്യഃ കാ പത്മലോചനാ വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം കാലോവാച അഹം ഭക്തിരിധിഖ്യാതായി മൗനേ തനയോ മദോ ജ്ഞാനവിജ്ഞാന ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ ഗംഗാദ്യാ സരിതശ്ചേമാ മത്സേവാർത്ഥം സമാഗതാ തഥാപി ന ച മേ ശ്രേയസ്സേവിതായ സുരൈരപി ഇദാനീം ശൃണുമദ്വാർത്താം സചിത്തസ്ത്വം തബോധനാ വാർത്താ മേ വിദദാപ്യസ്തി താം ശ്രുത്വാ സുഖമാവഹാം ഉത്പന്നാ ദ്രവിഡേ സാഹം വൃദ്ധിം കർണാടകേ ഗദാ ക്വചിൻ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗദാ ഘോരകലയർയോഗാൽ പാഖണ്ഡേ ഖണ്ഡിതാംഗകാ ദുർബലാഹം ചിരം യാദാ പുത്രാഭ്യാം സഹ മന്ദതാം വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണീ ജാതാഹം യുവതി സമ്യക് പ്രേഷ്ഠരൂപാതു സാമ്പ്രതമോ ദുഷൈതാവത്ര സുതൗ മേ ക്ലിശ്യതശ്രമാലിദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജഡത്വം സമായാദോ തേന ദുഃഖേന ദുഃഖിതാ സാഹം തു തരുണീ കസ്മാൽ സുതോ വൃദ്ധാ വിമൂഖുദാ പ്രയാണം സഹചാരിത്വാൽ വൈപരീത്യം കുതസ്ഥിതം ഘടതേ ജരഢാമാതാ തരുണൗദഹയാ വിധി അധശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസാവദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേത് നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശ്രന്തേ കരിഷ്യതി സോദൗവാച ക്ഷണമാത്രേണ തജ്ഞത്വാ വാക്യമൂജേ മുനീശ്വരാ നാരദ ഉവാച ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണക്കലി തേന ലുപ്തഃ സദാചാരോ യോഗമാർഗസ്ഥവാംസിഷാം അജനാഘാസുരായന്തേ ഷഡ്ദുഷ്കർമ്മകാരിണാ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവാ ധത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോധവാ സ്പൃശ്യാനമലോക്യേയം ശേഷഭാരകരീധരാ വർഷേ വർഷേ ക്രമാജ്ജാതാ മംഗളം നാഭിദൃശ്യതേ ത്വാമപി സുതൈഃ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന സംസ്ഥിതഃ വൃന്ദാവനസ്യ സംയോഗാൽ പുനസ്ത്വം തരുണീ നവാധന്യം വൃന്ദാവനം ദേനാ ഭക്തിർനൃത്യതി യത്ര ച അത്രേമൗ ഗ്രാഹകാ ഭാവാന്ന ജരാമപി മുഞ്ചത കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേന യോ ഉവാച കഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹ്യശുചിക്കണി പ്രവൃത്തേതു കലൗ സർവസാരഃ പുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥമീക്ഷതേ ഇമം മേ സംശയം ഛിന്തി
त्वद्वाचा सुखिदास्म्यहम् ശ്രീനാരദ ഉവാച ഇത് പൃഷ്ടസ്വയാ ബാലേ പ്രേമദശ്രവണം ഗുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി यदा गुन्दो भगवान् क्षमां त्यक्त्वा स्वपदं गदा तद्दिनाल् कलिरायाद सर्वसाधनबाधकः ദൃഷ്ടോ ദിഗ്വിജയരാജ്ഞാദീനമച്ചരണം ഗത നമയാ മാരണീയോയം സാരംഗൈവ സാരഭു यत्फलं नास्ति तपसा न योगेन समाधिना तत्फलं लभते सम्यक् कलो केशवकीर्तना ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവൽസാരനീരസം വിഷ്ണുരാത സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച कर्माचरणाल् सार सर्वतो निर्गतोऽधुना पदार्था संस्थिता भूमौ बीजहीना स्तुषा यथा പ്രൈർഭാഗവതേ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗത अत्युग्रभूरिकर्माणो नास्तिका रौरवाजना तेऽपि तिष्ठन्ति तीर्थेषु तीर्थसारस्ततो गदा ശ്രീഹരേ നമ കാമക്രോധ മഹാലോഭതൃഷ്ണാവ്യാകുലചേതസ തേപി തിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗത मनसश्चार्जया लोभाल् दम्भाल् पाखण्डसंश्रया शास्त्रानभ्यसनाच्चैव ध्यानयोगफलं गतम् പണ്ഡിതാസ്തു കളത്രേണ രമന്തേ महिषा ഇവ പുത്രസ്യോൽപാദനേ ദക്ഷാ ദക്ഷാ മുക്തിസാധനേ न हि वैष्णवदा कुत्रः सम्प्रदाय पुरस्सर एवं प्रलयदां प्राप्तो वस्तुसारस्थले स्थले ദ്വൈകധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അധസ്തു പുണ്ടരീകാക്ഷ സഹതേ നികടേ സ്ഥിതാം सूत उवाच इति तद्वचनं श्रुत्वा विस्मयं परमं गदा भक्तिरुचे वचो भूय श्रूयतां तच्च शौनका തിരുവാച സുരർഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം जयति जगति मायां यस्य कायाधवस्ते वचनरचनमेकं केवलं चाकलय्य ध्रुवपदमपि यातो यत्कृपादो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं नतास्मि സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി सकलकुशलपात्रं ब्रഹ്മപുത്രं नतास्मि ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഭക്തിനാരദ സമാഗമോ നാമ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതം ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് നാരദ് വേദവ്യാസ മഹർഷി സംഭാവന ചെയ്തിരിക്കുന്നത്. കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം നാമ സങ്കീർത്തനത്തിന് തന്നെയാണ്. ഭാഗവതമാകുന്ന നാമപുരാണത്തിലൂടെ എന്ന് പറയാറുണ്ട്. ഭാഗവതത്തിന് ഭാഗവതം നാമ പുരാണം എന്നും ഭാഗവതം നാമപുരാണം എന്നും ഗുരുനാഥന്മാർ പറയും. അപ്പൊ നാമം ജപിക്കുക എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഭാഗവതത്തിന് നൽകിയിരിക്കുക. നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ സ്വാഭാവികമായിട്ട് തന്നെ ഭക്തി ഉയർന്നു വരുന്നു. ആ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഭക്തിയിലൂടെ നമ്മളിൽ ജ്ഞാന വൈരാഗ്യങ്ങൾ ഉറയ്ക്കുകയും ചെയ്യും എന്നാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഭാഗവതത്തെ ശ്രവണം ചെയ്യുന്നത്. രാവിലെ ആരംഭിക്കുന്നതായിട്ടുള്ള സമയം മുതൽക്ക് ഭക്തിയോടുകൂടി ഭാഗവത ശ്രവണം ചെയ്യാനും സമർപ്പണങ്ങളിലൂടെ ആ ഒരു ഫലത്തെ നമുക്ക് അനുഭവിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തെ അനുസ്മരിക്കുന്നതായിട്ടുള്ള ഈ ഒരു രംഗം നമുക്കിവിടെ സമർപ്പിക്കാം. ഭഗവത് പാദങ്ങളിൽ എല്ലാവരും ആ ഭക്തിക്ക് തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ടും നാമ സങ്കീർത്തനാദികളെ കൊണ്ടും അതുപോലെ നാരായണീയ പാരായണാദികളൊക്കെ അതൊക്കെ അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാം. ഭാഗവതത്തിലെ കഥകളെ കേൾക്കുക, അതുപോലെ ഓരോരോ സമർപ്പണങ്ങളെയും ഭഗവത് പാദങ്ങളിൽ ചെയ്യുക. ഇങ്ങനെയുള്ള ആ സപ്താഹ യജ്ഞത്തിലേക്ക് നാളെ പ്രഭാതം മുതൽക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത ഞായറാഴ്ച ഉച്ചവരെയുള്ള ആ ഭാഗവത സപ്താഹം അതിനെ പരമാവധി പങ്കെടുത്തുകൊണ്ട് തന്നെ അത് കുട്ടികളെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് കുട്ടികളോടുകൂടി വന്നു ചേർന്നുകൊണ്ട് ഭാഗവതത്തെ എല്ലാവരും ശ്രവണം ചെയ്യണം എന്ന് പ്രത്യേകം പറയുകയാണ്. ഭഗവാന്റെ പാദത്തിൽ ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം
രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. എല്ലാവരും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. എല്ലാവരും ഇവിടെ വന്നാൽ പ്രസാദം സ്വീകരിക്കാം. നാളെ രാവിലെ 6:30 ആരംഭിക്കാം. വിഷ്ണു സഹസ്രനാമത്തിന്റെ ഗ്രന്ഥമൊക്കെ കയ്യിലുള്ളവരെ, പുസ്തകം കയ്യിലുള്ളവരെ കൊണ്ടുവരാം, കൂടെ അതിനെ ജപിക്കാം. അതുപോലെ ഭാഗവത ഗ്രന്ഥമുള്ളവരും കൊണ്ടുവന്ന് യജ്ഞവേദിയിൽ അത് രാവിലെ സമർപ്പിച്ച് ഗ്രന്ഥപൂജയൊക്കെ ചെയ്യാം. ഭാഗവത ഗ്രന്ഥം കൊണ്ടുവന്ന് യജ്ഞവേദിയിൽ വരുന്ന സമയത്ത് തന്നെ വയ്ക്കുക. കൂട്ടപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ ആ ഭാഗവത ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് പൂജിച്ച് സ്വീകരിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഗ്രന്ഥപൂജ കൂടിയുണ്ട്. ഗ്രന്ഥപൂജയോട് കൂടിയിട്ടാണ് ഭാഗവത പാരായണം ആരംഭിക്കുക. അതുപോലെ രാവിലെ വരുന്ന സമയത്ത് പുഷ്പങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നവര് പുഷ്പങ്ങൾ കൊണ്ടുവരിക. മറ്റുള്ള സമർപ്പണങ്ങൾ നാളെ വരാഹ മന്ത്രാർച്ചന, അതുപോലെ ഒറ്റയപ്പം നിവേദിക്കല്, ഇതൊക്കെയാണ് അതിനൊക്കെയുള്ള സമർപ്പണങ്ങൾ. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നെയ്വിളക്കുകൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ കൊളുത്തി സമർപ്പിക്കാവുന്നതാണ് രാവിലെ മുതൽക്ക്. അതിനൊക്കെ എല്ലാവർക്കും സമർപ്പണങ്ങൾ ചെയ്യാം. അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.